യെസ്, അപ്പോൾ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ കാര്യമാണ്. കാരണം ഒരു KPCC പ്രസിഡന്റിനെ വളരെ അത്യാവശ്യമായി തന്നെ കോൺഗ്രസ്സുകാർക്കും വേണം. അത് തെരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ പലരും അവകാശവാദങ്ങളുമൊക്കെ ആയിട്ട് രംഗത്തുണ്ട്. ജോസഫ് വാഴക്കനാണ് തനിക്ക് അതിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്തെത്തിയത്. അപ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ജനപ്രതിനിധികളല്ലാത്തവർ KPCC തലപ്പത്ത് വരുന്നതാണ് നല്ലതെന്നാണ് ജോസഫ് വാഴക്കൻ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. തന്റെ യോഗ്യതയിൽ നേതാക്കൾക്ക് സംശയമില്ല. സോഷ്യൽ മീഡിയ ശക്തമായതോടെ നല്ലവരെ മോശക്കാരും മോശക്കാരെ നല്ലവരുമായി ഉയർത്തിക്കാട്ടുന്നു. യഥാർത്ഥ രാഷ്ട്രീയക്കാർ മങ്ങിപ്പോവുകയാണ്. PR ഏജൻസി രൂപപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ പൊതു അഭിപ്രായമായി മാറുകയാണെന്നും ജോസഫ് വാഴക്കൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. KPCC അധ്യക്ഷ പദവിയിലേക്ക് പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള ചർച്ച ഡൽഹിയിൽ മുറുകിയിരിക്കുകയാണ്. ഡൽഹിയിലെത്തിയിരിക്കുന്ന ജോസഫ് വാഴക്കൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അങ്ങ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത് ദീപാദാസ് മുൻഷിയുമായിട്ടാണ്. ദീപാദാസ് മുൻഷിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംതൃപ്തനാണോ? അങ്ങനെയൊന്നുമില്ലെന്നേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ നടത്തേണ്ടതായ മാറ്റങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് ഞാൻ ബന്ധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും കാണും, കണ്ട് അവരെ സംസാരിക്കും. അവർ പിന്നെ തീരുമാനം എടുക്കട്ടെ. ഇപ്പോൾ പ്രധാനമായും ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ, ഡൽഹിയിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ആന്റോ ആന്റണി MP, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ പേരുകളാണ്. പക്ഷേ ഇനി അധികം താമസിയാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള നേതാക്കന്മാർക്ക്, ഈ MP-മാർക്കൊക്കെ ചുമതല ഏറ്റെടുത്താൽ അത് അവർക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? അത് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 വർഷത്തിനകം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. മിക്കവാറും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇലക്ഷന് തൊട്ട് മുമ്പ്. കേരളത്തിൽ അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി. നേരത്തെ 2016 വരെ പിന്നെ MP-മാരും MLA-മാരും പാർട്ടി ചുമതലകൾ വഹിക്കാറില്ല. ആ രീതിയിലാണ് തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് ശേഷമാണ് അതിലൊരു മാറ്റം വന്നത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അവർക്കുമുണ്ട്, സംഘടനയ്ക്കുമുണ്ട്. അവർക്കും വലിയ ഉത്തരവാദിത്തമാണ്. അവർക്ക് ഡബിൾ ഡ്യൂട്ടിയും ട്രിപ്പിൾ ഡ്യൂട്ടിയാണ്. അപ്പം അത് അവരുടെ പിന്നെ ജോലിഭാരം കുറയ്ക്കുക കൂടി ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അല്ലാത്ത ആളുകൾ കൂടുതലും സംഘടനയുടെ തലപ്പത്ത് വരുന്നതായിരിക്കും സംഘടനയ്ക്കും നല്ലത്, അവർക്കും നല്ലത്. ഇപ്പോൾ ഒരു കാലത്ത് ഈ ചെറുപ്പക്കാർ, പുതിയ ചെറുപ്പക്കാർ ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ചാനൽ ചർച്ചയിലൊക്കെ ഒരു കോൺഗ്രസിന്റെ മുഖം ജോസഫ് വാഴക്കൻ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായി ഇടപെടുന്നവർ, അവരൊക്കെ ഏതെങ്കിലും കേസിൽ കുടുങ്ങിയാൽ പോലും അവർക്ക് വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ആ തരത്തിലുള്ളൊരു മാറ്റം കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലേ? അല്ല, ഇതൊക്കെ അത് മൊത്തത്തിൽ കോൺഗ്രസ് മാത്രമല്ല, അത് സമൂഹത്തിൽ മൊത്തം, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നല്ലവരെയൊക്കെ മോശക്കാരാക്കും, മോശക്കാരെയൊക്കെ വിശുദ്ധരാക്കും. അങ്ങനത്തെയൊക്കെ വലിയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യമേതാ മിഥ്യ ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലമാണ്. അപ്പോൾ ആ ക്യാമ്പയിനുകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ PR ഏജൻസികൾ, നമ്മൾ ഇന്നുവരെ അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ? PR ഏജൻസികൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പുതിയ സംവിധാനങ്ങളാണ്. പുതിയ റിയൽ പൊളിറ്റീഷ്യന്മാർ യഥാർത്ഥത്തിൽ മങ്ങിപ്പോവും. കാരണം അവർക്ക് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് പല സ്ഥലത്തും. നേരത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജോസഫ് വാഴക്കന് വേണ്ടി പോസ്റ്ററുകൾ അടിച്ചു, ഫ്ലക്സുകൾ അടിച്ചു. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ പാഴായിക്കൊണ്ടാണ് അങ്ങേക്ക് അവസാന നിമിഷമാണ് സീറ്റില്ല എന്നറിഞ്ഞത്. അദ്ദേഹം അങ്ങൊരു പ്രതിഷേധം പരസ്യമായി ഉന്നയിച്ചിട്ടില്ല. പക്ഷെങ്കിൽ പോലും അന്ന് നേരത്തെ KC വേണുഗോപാൽ പറഞ്ഞിരുന്നത് ഇത് മത്സരിക്കാതെ മാറി നിൽക്കുന്നവർക്ക് അതിന്റെ റിവാർഡ് ഉണ്ടാകുമെന്നാണ്. ആ തരത്തിലുള്ളൊരു പിന്തുണ ഒരു KPCC അധ്യക്ഷ പദവിയിൽ KC വേണുഗോപാൽ പിന്തുണക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും ഇതുമായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കേണ്ട. അങ്ങനെ അസംബ്ലി ഇലക്ഷൻ സീറ്റ് കിട്ടാത്തതിന് വേണ്ടി കൊടുക്കേണ്ട ഒരു സാധനമൊന്നുമല്ല KPCC പ്രസിഡന്റ്. KPCC പ്രസിഡന്റ് പാർട്ടിയുടെ വളരെ ഉന്നതമായ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് ഞാൻ യോഗ്യനാണെങ്കിൽ എനിക്ക് തരിക, എന്നെ ഏൽപ്പിക്കുക. എന്നെ ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതൊരു 10-50 വർഷത്തെ പാരമ്പര്യമുണ്ട്. സംഘടനയുടെ എല്ലാ തലങ്ങളിലും, വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വിവിധ തലങ്ങളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് സംസ്ഥാന തലത്തിൽ സംഘടനയുടെ പല ചുമതലകളും വഹിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ മറ്റുത്തരവാദിത്തങ്ങളില്ലാതെ ഫ്രീ ആയി ഫുൾ ടൈം നിൽക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നെ പരിഗണിക്കുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും, അത്രമാത്രം.